أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا محمد. ശ്രോതാക്കളെ, ബഹുമാനപ്പെട്ട മുദബ്ബിറുൽ ആലം മടവൂർ മഹാനർ അവരെപ്പറ്റി പറഞ്ഞു തീർക്കാൻ ഒരു മഹ്ലൂക്ക് ഇപ്പോൾ ഇല്ലെന്നു തന്നെ പറയാം. ഖിളർ നബി അലൈഹി ഇസ്ലാമിനെ കൊണ്ട് കഴിയും. നമ്മൾ ഉള്ളതുള്ളതോണം ചിന്തിക്കാതെ പോയാൽ അപകടത്തിലേക്ക് പോകും. അതുകൊണ്ട് തന്നെ ഖിളർ നബി അലൈഹി ഇസ്ലാമിന് അത് നടക്കും. പിന്നെ ഏറെക്കുറെ അറിയുന്നത് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദാണ്. അങ്ങനെ തുടങ്ങിയിട്ട് ഇന്ന് ജീവിച്ചിരിപ്പുള്ളതിൽ അങ്ങനെ ചില ആളുകൾ മാത്രമേ ഇന്നുള്ളൂ. ഏതായിരുന്നാലും അവിടുത്തെ മതത്തിനു വേണ്ടി അവിടുത്തെ പൊരുത്തം കിട്ടാൻ ചിലതൊക്കെ നമ്മൾ പറയുന്നു എന്ന് മാത്രം. ആദരവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഇത്തിബാഅ്, ഉലമാഉൽ വറസത്തുൽ അംബിയ, അവിടെയാണ് ഈ വിഷയം. അപ്പം അംബിയാക്കളിൽ കണ്ട ഒരുവിധം എല്ലാ കാര്യങ്ങളും ഉലമാക്കളിൽ ഉണ്ടായിരിക്കണം. അവരാണ് യഥാർത്ഥ ആലിമ്. എല്ലാം വേണം. അങ്ങനെ എല്ലാം കാണുന്ന ആലിമീങ്ങൾ ആരിഫീങ്ങളായ ഔലിയാക്കളെ മാത്രമേ ഇന്ന് കാണാൻ കഴിയുള്ളൂ എന്നും അത് തന്നെയാണ് സ്ഥിതി. ഇന്ന് അതിൽ നിന്ന് ഒന്ന് ഞാനിപ്പോൾ പറയട്ടെ. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇൽമ്, അത് ഒരു ദിവസം സഹാബത്തെ കിറാമും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും കൂടി ഒരു കടൽക്കരയ്ക്കൽ നിൽക്കുന്ന സമയത്ത് ഒരു ചെറിയ കിളി വന്നിട്ട് കുറച്ച് വെള്ളം കൊത്തിയെടുത്ത് കൊണ്ടുപോയി. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എൻ്റെ ഇൽമ ഈ ബഹറാണെങ്കിൽ ബാക്കി പ്രപഞ്ചത്തിലുള്ള എല്ലാ ഇൽമുകളും ആ കിളി കൊത്തിയെടുത്തത് മാത്രമേ ഉള്ളൂ. അപ്പം അല്ലാഹു തആല നൽകുന്ന വിഷയങ്ങൾ, അല്ലാഹു തആല നൽകിയ നിഅമത്ത് അവിടെ എടുത്തു പറഞ്ഞു ആദരവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. എന്നാൽ പിൽക്കാലത്ത് വരുന്ന ആളുകൾക്ക് അതേ ഇൽമിൽ വലിയ സ്ഥാനം ഉണ്ടാവണം. ബഹുമാനപ്പെട്ട മുദബ്ബിറുൽ ആലം മഹാനരുടെ ഇൽമ് ഏതോ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അത് ചില്ലറയല്ലായിരുന്നു. ഒരു വിഷയം കേട്ടാൽ അല്ലെങ്കിൽ കണ്ടാൽ അതങ്ങനെ തന്നെ ഹൃദയത്തിൽ പതിയുന്ന അവസ്ഥ. രണ്ടാമത്തൊരു പ്രാവശ്യം അത് എടുത്ത് നോക്കേണ്ട, മുതാലാക്കേണ്ട ഒരു വിഷയം ഇല്ല. അത് 2-3 ആളെടുത്താണ് അത് വ്യക്തമായും ഇവിടെ കാണിച്ചത് മഹാനര്. ഒന്ന് ഓമശ്ശേരി അടുത്തുള്ള മലയം ഉസ്താദ്, അവരെ മുമ്പിൽ കാണിച്ചിട്ടുണ്ട് എന്ന് കേൾക്കാൻ കഴിഞ്ഞു. മലയം ഉസ്താദ് അവിടുത്തെ ഉസ്താദാണ്. അങ്ങനെ ഉസ്താദ് കിതാബ് ഓതി കൊടുക്കുന്ന സമയത്ത് വളരെ സൂക്ഷിച്ചിട്ടാണ് ഓതി കൊടുക്കാറ്. കാരണം ഇത് സാധാരണക്കാരനല്ല ഞാൻ ഈ കിതാബ് ഓതി കൊടുക്കുന്നത് പൂർണ്ണമായും മനസ്സിലാക്കിയ മലയം ഉസ്താദ് കിതാബ് ഓതി കൊടുക്കുന്ന സമയത്ത് വളരെ സൂക്ഷ്മതയോടുകൂടി ഓതി കൊടുക്കാറുണ്ടായിരുന്നു എന്നാണ് കേൾക്കാൻ കഴിഞ്ഞത്. അങ്ങനെ ഒരു ദിവസം ഒരു വിഷയം സംസാരിക്കുന്ന സമയത്ത് പണ്ഡിതന്മാർ ചെയ്യുന്ന, ഉസ്താദുമാർ ചെയ്യുന്ന ഒരു വഴിയുണ്ട്. ഈ കേൾക്കുന്ന ആൾക്ക് പൂർണ്ണമായും സംശയം തീരുന്ന നിലക്ക് അവരിൽ സംശയം ഉണ്ടാക്കിയിട്ട് അതും തീർക്കുന്ന നിലക്കാണ് കിതാബ് ഓതി കൊടുക്കുക. ഏതെങ്കിലും ഒരു മലയാളത്തിൽ എഴുതി വെച്ച് വായിച്ചിട്ടൊന്ന് അയ്യം ഞങ്ങൾ നോക്കിവിടുന്ന് അറിഞ്ഞാണ്ട് സാധാരണക്കാരുടെ കയ്യിലേക്ക് കൊടുക്കുന്ന ഈ വഹാബികളുടെ, മൗദൂദികളുടെ അല്ലെങ്കിൽ മജാഹിദുകളുടെ ഈ സ്വഭാവം എല്ലാം യഥാർത്ഥത്തിൽ ദീൻ പറഞ്ഞു കൊടുക്കുന്ന പണ്ഡിതന്മാർക്കൊക്കെ ഉള്ളത് സംശയം ഉണ്ടാക്കിയിട്ട് അത് തീർക്കും. അങ്ങനെയാണ് പരിപാടി തുടർന്നു പോരുന്നത്. എന്തോ ആവട്ടെ, മഹാനർക്ക് കിതാബ് ഓതി കൊടുക്കുന്ന സമയത്ത് ഒരു വിഷയം യോജിപ്പിച്ച് ആയത്തിനെയും ഹദീസിനെയും അതുപോലെ തന്നെ മുൻകഴിഞ്ഞ പണ്ഡിതന്മാരുടെയും ഇത് യോജിപ്പിച്ച് പറഞ്ഞു കൊടുക്കുന്നിടത്ത് ചെറിയൊരു സംശയം ഉണ്ടായിപ്പോയി. ഈ സംശയം ഇങ്ങോട്ട് തീർന്ന് കിട്ടുന്നില്ല, പറഞ്ഞു കൊടുക്കാൻ കിട്ടുന്നില്ല. ആ ഒരു വിഷമം പിടിച്ച് നിൽക്കുന്ന ഒരു സന്ദർഭം കൊണ്ട് വന്നപ്പോൾ ബഹുമാനപ്പെട്ട മുദബ്ബിറുൽ ആലം മഹാനർ ഉസ്താദിനോട് തിരിച്ച് അങ്ങോട്ട് പറഞ്ഞു,
അതീവ ബഹുമാനത്തോടുകൂടെയും ആദരവോടുകൂടെയും ഒരു ശിഷ്യനാണെന്നുള്ള പൂർണ്ണ ചിന്തയോടുകൂടെയും അങ്ങോട്ട് പറഞ്ഞു, ഉസ്താദ് എനിക്ക് ഇന്നാലിന്ന കിതാബിൽ നിന്ന് ഇന്നത് പറഞ്ഞു തന്നിരുന്നു, ഇന്നാലിന്ന ഉസ്താദ് എനിക്ക് ഇന്നാലിന്ന കിതാബിൽ നിന്ന് ഇന്നത് പറഞ്ഞു തന്നിരുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് ബഹുമാനപ്പെട്ട മലയം ഉസ്താദിന് അത് വ്യക്തമായും അങ്ങ് മനസ്സിലായി. ഉടനെ തന്നെ അത് വെച്ചിട്ട് വിശദീകരിക്കുകയും ചെയ്തു. ഇതാണ് നമ്മളെപ്പോഴും ചിന്തിക്കേണ്ട ഒരു വിഷയം തന്നെയാണത്. ഇൽമ് അത് കേൾക്കുമ്പോഴത്തേക്ക് ബൈഹാർട്ടാവുക. ഇതാണ് ബഹുമാനപ്പെട്ട മടവൂർ മഹാനരിൽ നിന്നും നമ്മൾ കേട്ടറിഞ്ഞതാണ്. അത് ചില്ലറ ആളുകളല്ല പറഞ്ഞത്, അറിയുന്ന ആളുകൾ തന്നെയാണ് ആ വിഷയം പറഞ്ഞത്. അതേപോലെ തന്നെ ബഹുമാനപ്പെട്ട ശംസുൽ ഉലമയുടെ അടുത്ത് ഇരുന്ന് ഓതുന്ന സമയത്ത് കിതാബ് എടുത്ത് ഓതും. ആ സമയത്ത് ശരീക്കായിട്ടുള്ളത് EK അസം മുസ്ലിയാർ മഹാനരാണ്. അതുപോലത്തെ ആളുകളാണ് അന്ന് ശരീക്കായിട്ട് കൂടെ ഉള്ളത്. ഒരേ ദർസിൽ ഓതുന്ന സമയത്ത് പിന്നെ EK ഉസ്താദ് ശംസുൽ ഉലമ വന്നിട്ട് നേരെ കിതാബ് ഓതി കൊടുത്താൽ അത് കേട്ടു. ആ സമയത്ത് കേട്ട് പൂർണ്ണമായും കേട്ട് വന്ന് പിന്നെ ആ കിതാബ് തുറന്നു നോക്കുന്ന ഒരു പണിയില്ല. പിന്നെ പോകുന്നത് സലാത്തിലേക്കും ദിക്റിലേക്കും തസബുഫിൻ്റെ ഭാഗത്തേക്ക് ജീവിതം കൊണ്ടുപോകുന്നു. അവിടെ സലാത്താണ്, നിസ്കാരമാണ്, ദിക്റാണ്. അങ്ങനെ ഇത് അധികരിച്ച് ചെയ്യുന്ന ഒരവസ്ഥ കണ്ടപ്പോൾ അസം മുസ്ലിയാർക്ക് സ്വാഭാവികമായിട്ടും ദേഷ്യം വന്നു. സാധാരണയാണ്, ദേഷ്യം വരണം. പണ്ഡിതൻ അതാണ്. എന്താ ഇത് കിതാബ് രണ്ടാമതിലൊന്നും നോക്കാതെ വേഗം പോയിട്ട് പിന്നെ സുന്നത്തായത് എടുക്കണ, ഇത് നിർബന്ധമല്ലേ, അതുകൊണ്ട് എന്തുകൊണ്ട് അത് നോക്കുന്നില്ല എന്ന ദേഷ്യത്തിന് ചെന്നിട്ട് ഉസ്താദാകുന്ന ശംസുൽ ഉലമ ജ്യേഷ്ഠനാണ്. ശംസുൽ ഉലമ ജ്യേഷ്ഠനാണ്, അതോടുകൂടെ ഉസ്താദാണ്. ഉസ്താദിൻ്റെ അടുത്ത് പോയിട്ട് വിഷയം പരാതി പറഞ്ഞു. അബൂബക്കർ ഇവിടുന്ന് ഓതിപ്പോയാൽ പിന്നെ ഓൻ വേറെ ദിക്റും സലാത്തുമായിട്ട് പോവുകയാണ്, ഇത് മുതാലാക്കുന്ന ഒരു ഇത് അവൻ്റെ കയ്യിൽ കാണുന്നില്ല, എന്താണത് എന്ന് ചോദിച്ചപ്പോൾ അത് നാളെ പറയാമെന്ന് പറഞ്ഞു. കാരണം ശംസുൽ ഉലമക്ക് വ്യക്തമായിട്ട് അറിയാമായിരുന്നു ആള് എങ്ങനെ ഞാൻ മറുപടി പറയാം എന്ന് പറഞ്ഞ് തിരിച്ചയച്ചെങ്കിൽ പിറ്റേന്ന് സബക്ക് തുടങ്ങുകയാണ്. അസം മുസ്ലിയാറുണ്ട്. അങ്ങനെ 100-300 മുതാലിമീങ്ങളെ മുന്നിൽ വെച്ചിട്ട് ദർസ് തുടങ്ങുന്ന സമയത്ത് തന്നെ തലേന്ന് എടുത്ത കിതാബിൽ നിന്ന് ഒരു ചോദ്യം അങ്ങോട്ട് ചോദിച്ചു സദസ്സിനോട്. ഉടനെ തന്നെ ആരും മിണ്ടുന്നില്ല, ആരെക്കൊണ്ടും കഴിയുന്നില്ല, ഒരാളും മിണ്ടുന്നില്ല. പല ആളെയും പേരെടുത്ത് പറയാൻ കഴിയുന്നില്ല. തലേന്ന് എടുത്തതിൻ്റെ ചോദ്യം പിറ്റേന്ന് ചോദിക്കുന്നത്. എല്ലാവരും കിതാബ് മുതാലാക്കിക്കണം. ഇല്ല CM വലിയുള്ള മഹാനർ കിതാബ് പിന്നീട് മുതാലാക്കിയിട്ടൊന്നുമില്ല. അവർ അവരുടെ ഇബാദത്ത് വർദ്ധിപ്പിച്ച് സുന്നത്തായ ഇബാദത്ത് വർദ്ധിപ്പിക്കാൻ പോയതാണ്. അങ്ങനെ ആരും മറുപടി പറയാതെ വന്നപ്പോൾ ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ ബഹുമാനപ്പെട്ട മുദബ്ബിറുൽ ആലം മടവൂർ മഹാനരെ നോക്കിയിട്ട് പറഞ്ഞു, അബൂബക്കർ എന്നൊരു വിളിയായിട്ട് വിളിച്ചു. ഉടനെ വിളിച്ചപ്പോൾ ഉടനെ അദബിൽ അവിടെ എഴുന്നേറ്റ് നിന്ന് തലേന്ന് എങ്ങനെയാണോ വിശദീകരിച്ച് കൊടുത്തത് അങ്ങനെ തന്നെ അങ്ങ് വിശദീകരിച്ചു കൊടുത്തു. ബഹുമാനപ്പെട്ട ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു തങ്ങൾ പിന്നെ ദർസിൽ ഓതുന്ന സമയത്ത് പിന്നെ പെന്നും പെൻസിലും ഇല്ല, എഴുതി വെക്കാനാണെങ്കിൽ ഉസ്താദ് പറയുകയും ചെയ്തിരിക്കണം. പെന്നും പെൻസിലും ഇല്ല, പൈസ ഇല്ല. യഥാർത്ഥ ആലിമീങ്ങൾക്ക് അവരുടെ കയ്യിലൊന്നും ഉണ്ടാവില്ല, സാധാരണയാണ്. അപ്പം നിങ്ങൾ ചോദിച്ചു, ഇന്നിപ്പോൾ കാന്തപുരം ഉസ്താദ് വലിയ ആണല്ലോ പോകണത്. കാന്തപുരം ഉസ്താദിൻ്റെ കാറ് കാന്തപുരം ഉസ്താദിന് നൽകിയതാണ്. അത് ആ സ്ഥാപനത്തിൻ്റെ സെക്രട്ടറിക്കാണ് അത് കാന്തപുരം ഉസ്താദ് എഴുതി വെച്ചത്. ഇനി അത് വെച്ചിങ്ങാണ്ട് നിങ്ങൾ ട്രോളണ്ട, അത് മർക്കസിനാണ് എഴുതാറ്, മർക്കസിൻ്റെ സെക്രട്ടറിയാണ് അത് കൊണ്ട് നടക്കുന്നത്. അതില്ലാതെ പണി നടക്കൂല. അതരവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലങ്ങൾക്ക് മറ്റേ കുതിര, പിന്നെ ഏതായിരുന്നു കുതിരൻ്റെ പവർ പറഞ്ഞിരുന്നത്, എന്താ ബ്രൗൺ കളറുള്ള ഏറ്റവും പവറേറിയ കുതിര ഉണ്ടായിരുന്നു, ഒട്ടകമുണ്ടായിരുന്നു, അങ്ങനെ തുടങ്ങിയിട്ട് പലതും ഉണ്ടായിരുന്നു. എന്താ കാരണം, അവിടെ അത് നടക്കണമെങ്കിൽ അത് വേണം. എങ്ങനെ, അത് ഭൗതികമായ സിറ്റുവേഷനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കാന്തപുരം ഉസ്താദിനാരും ട്രോളാൻ പോകണ്ട. ആ വാഹനം കാന്തപുരം ഉസ്താദിനാണ് ജനങ്ങൾ കൊടുക്കുന്നത്, പക്ഷേ എഴുതുന്നത് മർക്കസിൻ്റെ പേരിലാണ്. എന്തോ ആട്ടെ, അത് നമ്മൾ പിന്നെ പറയാം. ഏതായാലും ബഹുമാനപ്പെട്ടവർ സാധാരണക്കാരെ പോലെ അല്ല, പണ്ഡിതന്മാരെ കയ്യിലൊന്നും ഉണ്ടാവില്ല. ഇങ്ങനെ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു തങ്ങളുടെ കയ്യിൽ
ഇതില്ലാതെ പോയി, പെന്നും പെൻസിലും ഇല്ലാതെ പോയി. ഉടനെ അവിടുത്തെ ഉമിനീരെടുത്ത് കയ്യിലങ്ങ് എഴുതി കേൾക്കുന്നത്. അത് തന്നെ അടുത്തുള്ള ശരീക്കുമാരായ മുതാലിമീങ്ങൾക്ക് ദേഷ്യം വന്നു. ഇവനെന്താ അത് ഉമിനീരെടുത്ത് കയ്യിലെഴുതുന്നത്? അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോൾ നേരെ ഉസ്താദിൻ്റെ അടുത്ത് പോയിട്ട് പരാതി പറഞ്ഞു. ഇദ്രീസദാ എഴുതി വെച്ചിട്ടൊന്നുമില്ല, ഓന് വേറെന്തൊക്കെ ആംഗ്യം കാണിച്ച് കൂട്ടിക്കുകയാണ് അന്നേരം. അങ്ങനെ ഉടനെ തന്നെ ഉസ്താദ് വിളിപ്പിച്ചു. ഇദ്രീസ് സാഫി റളിയല്ലാഹു അൻഹു തങ്ങളെ വിളിപ്പിച്ചു. എന്താ നീ പഠിച്ചോന്ന് ചോദിച്ചു. ഞാൻ പഠിച്ചു, പിന്നെ എഴുതാൻ പെന്നും പെൻസിലും ഇല്ല, ഉസ്താദിനും അറിയാം. എന്നാ പറയൂന്നാണ്. ഉസ്താദ് എങ്ങനെയാണോ വിശദീകരിച്ച് കൊടുത്തത് ആ സമയത്ത്, അതിൻ്റെ ഇടയിൽ വിശദീകരിക്കുന്ന സമയത്ത് മേശൻ്റെ മുകളിലൊന്ന് തട്ടിയിരുന്നു. ആ സമയത്തെത്തിയപ്പോൾ മേശമേൽ തട്ടിയിട്ട് തന്നെ അങ്ങനെ തന്നെയായിട്ട് വിശദീകരിച്ചു കൊടുത്തു. സദസ്സിലുള്ള ഒരാൾക്കൊണ്ടും അങ്ങനെ കഴിഞ്ഞില്ല. അപ്പം അതുകൊണ്ട് തന്നെ അത് ഇൽമ് അല്ലാഹു തആല നൽകുന്ന ആളുകൾക്ക് അത് അങ്ങനെ തന്നെയായിട്ട് പതിയെ തന്നെ ചെയ്യും. ആദരവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെടുത്ത് ചെന്നിട്ട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തങ്ങൾ ഒരു പരാതി പറഞ്ഞു. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല, എനിക്കൊന്നും ഹിഫ്ളാകുന്നില്ല യാ റസൂലല്ലാഹ് എന്ന് പറഞ്ഞപ്പോൾ ഉടനെ പറഞ്ഞു മുണ്ട് വിരിക്കൂ എന്ന് പറഞ്ഞ് മുണ്ടങ്ങ് വിരിച്ചു കൊടുത്ത് ആദരവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്തോ ഒന്ന് എടുത്തു വെച്ച മാതിരി ഒന്ന് അങ്ങ് എടുത്ത് വെച്ച് കൊടുത്തു. എന്താണ് ഒന്നും കാണാനില്ല വെച്ചു കൊടുത്ത് എടുത്ത് നെഞ്ഞിലേക്ക് വെച്ചേക്കാൻ പറഞ്ഞു. മുണ്ടെടുത്ത് അങ്ങനെ തന്നെ നെഞ്ഞിലേക്ക് വെച്ച് അവർ പറയുന്നു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തങ്ങൾ പറയുന്നു, പിന്നീട് ഒരു വിഷയം കേട്ടാൽ പിന്നെ എനിക്ക് മറതി എന്ന ഒന്നില്ലാതെ പോയി, എല്ലാം എൻ്റെ ഹൃദയത്തിൽ പതിയുന്നു. ഏറ്റവും കൂടുതൽ ഹദീസ് റിപ്പോർട്ട് ചെയ്തത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തങ്ങളാണ്. ആ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തങ്ങളെ തന്നെ ഇന്നത്തെ വഹാബികൾക്ക് തീരെ ഇഷ്ടമല്ലാത്ത ഒരാളാണ്. കാരണം ഹദീസിൽ നിന്ന് വ്യക്തമായി സുന്നത്തെ ജമാഅത്തിന് അനുകൂലമായ സർവ്വ ഹദീസും പറഞ്ഞത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തങ്ങളാണ്. അതുകൊണ്ട് തന്നെ അത് അന്തപ്പൂച്ചാന്ന് പറഞ്ഞിട്ട് അവർ തള്ളിയെങ്കിലും ദീനുൽ ഇസ്ലാമിൻ്റെ മക്കൾക്ക് അങ്ങനെ തള്ളാൻ പാടില്ല. ഏതോ ആവട്ടെ, ഞാൻ പറഞ്ഞു വരുന്നത് ഒരു തിരിക്കുണ്ട് ദീനുൽ ഇസ്ലാമിന്. അപ്പോൾ ആ ഇൽമ് അങ്ങനെ തന്നെ ഇവിടത്തേക്ക് കേൾക്കുമ്പോഴത്തേക്ക് പതിയുക. അങ്ങനെയായിരുന്നു മഹാനരുണ്ടായിരുന്നത്. ഒരു കാലത്തും സബക്കിലിരുന്ന കിതാബ് രണ്ടാമതിലൊന്നും നിർത്തി നോക്കേണ്ടി വന്നിട്ടില്ല. ആ പഠിച്ച കിതാബിൽ നിന്ന് എല്ലാ കിതാബിൽ നിന്നും വ്യക്തമായിട്ട് ചോദിച്ചാൽ വ്യക്തമായിട്ട് മറുപടിയും അങ്ങ് പറഞ്ഞു കൊടുക്കാറുണ്ടായിരുന്നു മഹാനർ. അവർക്ക് പിന്നെ തർബീയത്തിലായി ഹഖീഖിയായ വഴിയിലേക്ക് നീങ്ങി ബഹുമാനപ്പെട്ട മൊഹീദ്ദീൻ സാഹിബിൻ്റെ അടുത്ത് ആണ് ആദ്യമായിട്ട് വരുന്നത്. മൊഹീദ്ദീൻ സാഹിബ് മടവൂർക്ക് വന്നിട്ടാണ് കൂട്ടിക്കൊണ്ടുപോകുന്നത്. പല ആളുകളും അതും കൂടി ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട്. എന്തേ, നമ്മൾ ഹഖീഖിയായ മാർഗത്തിലേക്ക് പോവേണ്ട ആളായിട്ട് അല്ലാഹു തആല നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ നമ്മെ ആ അതിമേഖലയിലുള്ള ആരിഫീങ്ങളായ ഔലിയാക്കൾ കൂട്ടിക്കൊണ്ടു പോവുക തന്നെ ചെയ്യും. മഹാനരെ മടവൂർ ഇങ്ങോട്ട് വന്നിട്ട് കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ടാ വന്നത്. എപ്പോഴും ഒരു ദിവസം സുബഹിൻ്റെ മുമ്പ് സാധാരണ മഹാനര് ദർസ് കഴിഞ്ഞാൽ ആ പള്ളിക്കുളത്തിൻ്റെ വക്കിൽ വന്നിരിക്കും. ആ പടവുമേൽ വന്നിരുന്നിട്ടാണ് ദിക്റ് ചൊല്ലൽ അതിൻ്റെ മുകളിൽ കൂടെ നടക്കാറാണ്. അങ്ങനെ ആ നടക്കുന്ന സമയത്ത് സുബഹിയുടെ എത്രയോ മുമ്പ് മൊഹീദ്ദീൻ സാഹിബ് വന്നിട്ട് നേരെ വടുക്കലി മഹാനർ വന്നിട്ട് നേരെ ഒരു ബെയ്ത്തും ചൊല്ലിയിട്ടാട്ട് പോയി. ഇത് ഹൃദയത്തിലേക്ക് പിന്നെ പിടിച്ചു. അങ്ങനെയാണ് പിന്നെ അവരുമായിട്ടുള്ള ബന്ധങ്ങൾ പിന്നെ നടക്കുന്നതും അവരോട് കൂടെ ആവുന്നതും. അത് ചരിത്രം പിന്നെ പറയാം, ഏതോ ആവട്ടെ. അപ്പം അങ്ങനെ കൂട്ടിക്കൊണ്ടുപോയി പിന്നെ ആ മേഖലയിലായി. അങ്ങനെ എവിടെ എത്തി എന്ന് ചോദിച്ചാൽ കണ്ണൂരുള്ളൊരു പണ്ഡിതൻ ഈ അടുത്തായി നമ്മളോട് പറയുക, അവർക്ക് വയസ്സായിട്ടുണ്ട്, പറയുക അവരോട് പറഞ്ഞൊരു സംഭവം. ഏറ്റവും കൂടുതൽ കുറഞ്ഞ ജനങ്ങളുള്ള അഹമ്മദ് ഹംബൽ മദ്ഹബിൽ തന്നെ 80 ചില്ലാനം കോടി കിതാബുകൾ, ലിഖിത കിതാബ് തന്നെ നിലനിൽക്കുന്നു. ആര് കണ്ടു? ആരിത് സംരക്ഷിക്കുന്നു? ഏത് ബിൽഡിങ്ങിലാണ് ഇത് സംരക്ഷിച്ചു കൊണ്ടുവരിക? അവരോട് പറഞ്ഞതാണ്. ഏറ്റവും കുറഞ്ഞ ആളുള്ളതിൽ അപ്പം പറഞ്ഞത് അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു തങ്ങളെ കിതാബിൻ്റെ സ്ഥിതിയാണ് ഈ പറഞ്ഞത്. അപ്പോൾ അത് ബൈഹാർട്ടാവണം. അത് അല്ലാഹു തആല കൊടുക്കുന്നതാണ്. അൽ ഉലമാ വറസത്തുൽ അംബിയാ വ്യക്തമാണ്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്
റബ്ബിലേക്ക് ഏതു സമയം തിരിയുക, ആദരവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ഏതു സമയം തിരിയുക. എന്നാൽ ജീവിച്ചിരിപ്പുള്ള സർവ്വ ഔലിയാക്കളുടെയും സഹായം ഏതു സമയത്തും നമ്മൾക്ക് കിട്ടിക്കൊണ്ട് നിൽക്കും, യാതൊരു സംശയവുമില്ല. നമ്മൾ വല്ലാതെ ശേഖനെയും തെരഞ്ഞ് സാധാരണക്കാരൻ നടക്കുന്നത് കാണുന്നു. അത് തെറ്റാണ്, പാടില്ല. നമുക്കൊരു ശൈഖ് ഉണ്ടായിരിക്കണം. ആരാണ് ആ ശൈഖ്? ശരീഅത്തനുസരിച്ച് ജനങ്ങളെ നിയന്ത്രിക്കുന്ന പണ്ഡിതൻ. അതാണ് നമുക്ക് ശൈഖായി വേണ്ടത്. ഞാൻ പറയുന്നതിൻ്റെ കാരണം, നമ്മുടെ ജീവിതം നമ്മൾ ഇസ്ലാമീകരിക്കണം. അങ്ങനെ നമ്മളത് കാമിലാക്കണം. അങ്ങനെ കാമിലാക്കുമ്പോഴാണ് ആരിഫീങ്ങളായ ഔലിയാക്കൾ അവർ നമുക്ക് തരീഖത്ത് തരികയും പലതും ചെയ്യുക. അവർ നമ്മെ സഹായിക്കും. അല്ലാതെ ഒന്നും തിരിയാതെ ഏതോ ആളെടുത്ത് പോയിട്ട് എന്തൊക്കെയോ ചെയ്യുന്ന അവസ്ഥ ഉണ്ടാവാൻ പാടില്ല. ഇനി എന്തെങ്കിലും ആരെങ്കിലും തന്നു തബറുക്കിനായിട്ട് കൊണ്ട് നടക്കണം, കൊണ്ട് നടക്കാം. പക്ഷേ എപ്പോഴും നമ്മൾ മനസ്സിലാക്കണം, നമുക്കറിവില്ലെന്നുള്ള തിരിച്ചറിവ് എപ്പോഴും നമ്മൾ വേണം. നമ്മൾ നമ്മുടെ ഉസ്താദുമാരുമായി ബന്ധപ്പെട്ട് അവരിൽ നിന്ന് പഠിച്ചതിന് ശേഷമല്ലാതെ, അവരോട് ചോദിച്ചിട്ടല്ലാതെ നമ്മൾ തിരിയാൻ പാടില്ല. ഇത് നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം. മഹാന്മാരായ ആളുകൾ ഏത് കാലഘട്ടത്തിലും ജീവിച്ചിരിപ്പുണ്ട്. അതാരെന്ത് ട്രോൾ ചെയ്തിട്ടും കാര്യമില്ല, അങ്ങനെ ഒന്നും ഇല്ലെന്ന് ആര് പറഞ്ഞിട്ടും കാര്യമില്ല. അതുണ്ട്. സുന്നത്ത് ജമാഅത്തിൻ്റെ ഇടയിൽ നിന്ന് തന്നെ അങ്ങനെ ചില സംസാരങ്ങൾ കേൾക്കാൻ കഴിഞ്ഞു. പക്ഷേ ഉണ്ട്, ആരിഫീങ്ങളായ ഔലിയാക്കൾ ഈ ലോകത്തുനിന്ന് എന്നാണോ മറയുന്നത് അന്ന് നടക്കും, യാതൊരു അന്ന് നടക്കും. പിന്നെ വേറോട്ടും തിരിയാനില്ല, പിന്നെ വകുപ്പില്ല. അതുവരെ ആരിഫീങ്ങളായ ഔലിയാക്കൾ ഈ ലോകത്തെ നിയന്ത്രിച്ചും കൊണ്ട് തന്നെ അവർ നടക്കുന്നു. അതാണല്ലോ ഇപ്പം നമ്മൾ പറഞ്ഞത്, വിമാനത്തെ ഞങ്ങൾ നിയന്ത്രിക്കുന്നത് വിമാനത്തെ നിയന്ത്രിക്കുന്നത് പൈലറ്റാണെന്ന് നമ്മുടെ ഇടയിൽ നിന്ന് തന്നെ സംസാരം വന്നപ്പോൾ ലിബിയയിൽ വെച്ച് കാണിച്ചതൊന്നും അല്ല, അത് ഞങ്ങൾ തന്നെയാണ് നിയന്ത്രിക്കുന്നതെന്ന്. എന്തേ കാരണം? സുന്നത്ത് ജമാഅത്തിൻ്റെ ആൾക്കാർ തെറ്റിദ്ധരിച്ചു പോകുന്ന ഒരു ഘട്ടം വന്നു. ആ ഘട്ടം വന്നപ്പോൾ അത് തിരുത്തി. ഇതാണ് പറയുന്നത്. ബഹുമാനപ്പെട്ട മടവൂർ മഹാനര് വ്യക്തമായി അത് കാണിച്ചു തന്നതായിരുന്നു. നമ്മൾക്ക് വ്യക്തമായിട്ട് കാണിച്ചു തന്ന സംശയങ്ങൾ ഉടലെടുക്കുന്ന സമയത്താണ് തീവണ്ടീനെ നേരെ അപ്പുറം കൊണ്ട് ഇതാണ് പിടിച്ചു നിർത്തി കൊടുത്തത്. എന്നിട്ട് മഹാനര് കടന്നു പോയി. ആരാ കൂടെ ഉള്ളത്? വലിയ വലിയ പണ്ഡിതന്മാരാ കൂടെ ഉള്ളത്. അതുപോലെ തന്നെ കുരിക്കലോടാണ് പറഞ്ഞത്, ഉടനെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകൂ, നിങ്ങൾക്ക് ഹജ്ജുമുണ്ട്, അതേപോലെ തന്നെ ഹജ്ജുമുണ്ട്, രാജാവിൻ്റെ കൊട്ടാരത്തിൽ നിങ്ങൾക്ക് ജോലിയും കൽപ്പിച്ചു വെച്ചിട്ടുണ്ട്, ഉടനെ പുറപ്പെടുമെന്ന്. ഒരിക്കൽക്ക് അറിയാം ഇത് പറഞ്ഞ് പാളൂലാന്ന്. പക്ഷേ ഒരു ഉറുപ്പിയും കയ്യിലില്ല. ഏതായാലും റെയിൽവേ സ്റ്റേഷനിലേക്ക് പാഞ്ഞ് അന്ന് നോക്കണം, തീവണ്ടി രാത്രി വാടി വിളിക്കണം, ബാംബേരി കയറിക്ക് വിളിക്കണം. ഞാൻ ബോംബെയിലാത്തത് കപ്പലിൻ്റെ ഇജത്തൂടി അങ്ങനെ നടക്കുകയാണ്. 2 കപ്പലും പോയി, 3ാമത്തെ കപ്പൽ ഇതാ ഇളകുകയാണ്. ആ സമയത്താണ് ആകെ ലെവല് തെറ്റിയിട്ട് അതിൻ്റെ വഴി കൂടെ സൈഡിൽ കൂടി എങ്ങനെ നടക്കണത്, തെക്കും വടക്കും നടക്കണത്. ഞാൻ പോയില്ലല്ലോ കപ്പൽ പോവുകയാണ് എന്നുള്ള റിക്വയറായിട്ട് നടക്കുകയാണ്. അങ്ങനെയാണ് കപ്പൽ മൂവാവൂല. കപ്പൽ നിന്നോടത്ത് പല കളിയും കളിച്ച് അന്നേരം മൂപ്പരും അങ്ങേപ്പുറം മൂവായി കിടക്കുകയാണ്. ഞാൻ പോയില്ലല്ലോ കപ്പൽ പോവുകയാണ് എന്നുള്ള ആദ്യമായിട്ട് മൂപ്പര് മൂവാകുകയാണ്, കപ്പൽ മൂവാകുന്നില്ല. അങ്ങനെയാണ് ലാസ്റ്റ് കപ്പിത്താൻ പറയുന്നത്, കപ്പലിനെ നിയന്ത്രിക്കുന്ന ആൾ പറയുന്നത്, ആ നടക്കണ മനുഷ്യനോട് കൊണ്ട് കയറ്റിയാണ്. കാരണം അങ്ങനത്തെ കപ്പിത്താന്മാർക്കൊക്കെ ഇങ്ങനത്തെ ആളുകൾ ഒരുപാട് പരിചയം ഉണ്ടാവും. കാരണം പല ആളുകളും പല ആരിഫ്യങ്ങളായ ഔലിയാക്കളും ഈ മേഖലയിൽ കാണാം. അപ്പം അതുകൊണ്ട് എനിക്ക് കയറിക്കോളാൻ പറയുന്നത്. പറഞ്ഞു നോക്കണാരാ, എൻ്റെ കയ്യിൽ വിസയില്ല, പാസ്പോർട്ടും ഇല്ല, പൈസയില്ല എന്ന് പറഞ്ഞ് നിങ്ങളോട് കയറാൻ പറഞ്ഞിരിക്കണമെന്ന്. കപ്പലിലേക്കാട്ട് കയറി, കപ്പലിറങ്ങി, കപ്പൽ പോയി ജിദ്ദയിൽ പോയി ഇറങ്ങി. അങ്ങനെ ഏതായാലും രാജാവിൻ്റെ കൊട്ടാരത്തിൻ്റെ അടുത്ത് തന്നെയാണ് രാജാവ് കഴബാലയം കഴുകാൻ വരുന്നത് കാണാൻ വേണ്ടിയിട്ട് എല്ലാവരും ഓടിയപ്പോൾ പോലീസുകാർ വായിപ്പിച്ചപ്പോൾ എല്ലാവരും പാഞ്ഞ കൂട്ടത്തിൽ ഈ കുരിക്കൽ താഴത്ത് വീണപ്പോൾ അത് കണ്ട രാജാവ് പറഞ്ഞ് അയാളോട് പാലസിലേക്ക് കൊണ്ടുപോകാൻ പറയും. കാരണം രാജാവിൻ്റെ കാരണം കൊണ്ടാണല്ലോ വീണ്. രാജാവിന് അപ്പുറത്തേക്ക് തന്നെ ദയ തോന്നി പാലസിൽ കൊണ്ടുപോയാക്കാൻ പറഞ്ഞു. പാലസ് കൊണ്ടാക്കി അവിടെ ജോലി. ഇന്നത്തെ പരിപാടി രാജാവിനെ അവിടെ ഉൾക്ക് വന്ന് കാഞ്ച ഒഴിഞ്ഞു കൊടുക്കൽ അവിടുത്തെ ഏറ്റവും വലിയ ആളായി മാറി. പിന്നെ കുറേ കാലം അവിടെ ജോലി ചെയ്തു. എന്തേ കാരണം? ഇത് ആരിഫ്യങ്ങളായ ഔലിയാക്കൾക്ക് നടക്കുന്ന ഒന്ന് മാത്രമേ ഉള്ളൂ. ഇത് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞത്. സൂര്യൻ അസ്തമിക്കാൻ പോവുകയാണ്, അസർ നിസ്കരിച്ചിട്ടില്ല, ആകെ ടെൻഷനായി. ഈ സമയത്തൊന്ന് ആദരവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പെട്ടെന്ന് വിഷയം തിരിച്ചറിയുന്നു.
ഉടനെ പറയുന്നു സൂര്യനോട് അടക്കാൻ പറയുന്നു. സൂര്യനോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞ് തിരിച്ചിങ്ങോട്ട് എത്തി അടച്ചു കൊടുത്തു. ഇത് അമ്പിയാക്കൾക്ക് നടക്കുന്നതാണെങ്കിൽ ആരിഫീങ്ങളായ ഔലിയാക്കൾക്ക് ഇങ്ങനെ പല വിഷയങ്ങളും നടക്കും. പിന്നെ കുറേ കള്ളന്മാരിങ്ങനെ കറാമത്തും പറഞ്ഞ് നടക്കണമുണ്ട്. ഒരു പണ്ഡിതന്മാരുടെ മുമ്പിൽ ഒന്ന് കാണിക്കണമെന്ന് എപ്പോൾ പറയാനുള്ളൂ. അത് നമ്മൾ അതിൻ്റെ മുമ്പേയും പറഞ്ഞതാണ്. അവർ ആലിമീങ്ങളെ മുമ്പിൽ കാണിക്കണം. മടവൂർ മഹാനർ കാണിച്ചത് ആലിമീങ്ങളെ മുമ്പിലാണ്. മടവൂർ മഹാനർ കാണിച്ചതൊക്കെ ആലിമീങ്ങളുടെ മുമ്പിലാണ്. അപ്പോൾ സാധാരണക്കാരെ മുമ്പിൽ കാണിക്കുന്നതും കറാമത്തായി മാറുകയാണ്. കറാമത്തിന് യാതൊരു സംശയവും വേണ്ട, അവിടെ സംശയം വെക്കണ്ട. അതേസമയം ആലിമീങ്ങളെ ഒഴിവാക്കിയിട്ട് സാധാരണക്കാരെ കൂട്ടിക്കൊണ്ടുപോയിട്ട് മുസ്ലിയാക്കന്മാർക്കൊന്നും തിരിയില്ല, നമ്മക്കേ തിരിയുള്ളൂ. മുസ്ലിയാക്കന്മാർക്ക് ഇടുന്ന ഇസാൻ തിരിയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില കമ്പനി ഉണ്ട് കൊണ്ടുപോയിട്ട് കാണിച്ചു കൊടുക്കും, ചില പല കോപ്പറേറ്റ് കാണിച്ചു കൊടുക്കും. അത് റോഡ് സൈഡിലുള്ള മറ്റേ പാമ്പാറ്റികളും കാണിക്കാറുണ്ട്. അതും ഇതുമായിട്ടാണ് ബന്ധം. പാമ്പാറ്റിയുടെ ഇടയിൽ അങ്ങനെ കണ്ടാൽ ഉടനെ തന്നെ അതുകൊണ്ട് അപകടം വരുത്തുന്ന ഒരു ഘട്ടം വന്നു കഴിഞ്ഞാൽ ആരിഫീങ്ങളായ ഔലിയാക്കളുടെ ഇടപെടും. കോഴിക്കോട് അങ്ങനെ ഉണ്ടായിരുന്നു. മൊയ്തീൻ സാഹിബിനെ കൊണ്ടാണത് കേട്ടത്. ഞാൻ പാമ്പാറ്റി ഇങ്ങനെ നടത്തിങ്ങോട്ട് നിൽക്കുകയാണ്. മുഖത്ത് മുണ്ടിട്ട് കെട്ടിക്കഴിഞ്ഞിട്ട് ഈ വാച്ച് ഏതാണ്? ഇന്ന വാച്ച്. ഇയാളെ കീസയിൽ എത്ര പൈസ ഉണ്ട്? ഇത്ര പൈസ ഉണ്ട്. ഇയാളെ പേരെന്താണ്? ഇന്നത്. ഇയാളെ ഷർട്ട് ഏതാണ്? ഇന്നത്. ഇയാൾ എവിടുന്നാ വരുന്നത്? ഇന്നലത്തുനിന്ന്. ഇടയ്ക്കാ പോണത് ഇന്നലത്തുനിന്ന്. ഇതൊക്കെ പറഞ്ഞു കൊടുക്കും. അങ്ങനെ എന്തെങ്കിലും കിട്ടുമോ ജീവിക്കുകയും ചെയ്യും. അങ്ങനെയാണ് മൊയ്തീൻ സാഹിബാണെന്ന് കേൾക്കുന്നു. പതുക്കെ അതിലേക്കൊന്ന് തരട്ടെ അള്ളാഹ് എന്നൊരൊറ്റ വിളി. കണ്ട് അത്ഭുതം കണ്ടപ്പോൾ വിളിക്കല്ലേ നമ്മൾ അള്ളാന്ന്. ആ വിളിച്ചപ്പോഴത്തേക്ക് പാമ്പാറ്റിൻ്റെ നാവൊന്നും പിന്നെ ഒന്നും വരാണ്ടായി, ഒന്നും തിരിയാണ്ടുമായി. അന്നേരം പിന്നെ പറഞ്ഞത് അരിപ്രശ്നമാണ്. ആരോ അരി വാങ്ങൂടെന്നും പറഞ്ഞ് മൂപ്പരായിട്ട് പോവുകയും ചെയ്തു. കാരണം ഇതിലുള്ള തെറ്റിദ്ധരിക്കുന്ന ഏതോ മോമിനിയങ്ങളെ കണ്ടുവച്ചിട്ടുണ്ടാവും മഹാനർ. അപ്പോൾ ആ തെറ്റിദ്ധാരണ ആക്കാനെടുത്ത തന്ത്രമാണത്. ആരോ അരി വാങ്ങൂടെന്ന് പറഞ്ഞിട്ട് പോവുകയും ചെയ്തു. തെറ്റിദ്ധാരണ വിടാനുള്ള ആളുകളൊക്കെ തെറ്റിദ്ധാരണ തിരുത്തി കൊടുക്കുകയും ചെയ്തു. ഇതാണ് ആരിഫീങ്ങളായ ഔലിയാക്കളുടെ പ്രവർത്തനം. ഇത് ഇൽമിൽ നിന്നാണ് കിട്ടുന്നത്. ഇൽമ് വേണം, തിരിച്ചറിയണം. ഇതാണ് മടവൂർ മഹാനർ പറഞ്ഞത്. ശംസുൽ ഉലമനെ പരിചയമുണ്ടോയെന്ന് വെച്ച് അപ്പം വേറൊരു ബാക്കവിനോടാണ് പറയുന്നത്. അപ്പം കിതാബ് കൊണ്ട് അത്രയ്ക്ക് കഴിവുള്ള ആളാണ് ശംസുൽ ഉലമ. എന്നാൽ 100 ശംസുൽ ഉലമ അടങ്ങിയാലേ ഒരു മൊയ്തീൻ സാഹിബാവുള്ളൂ എന്ന്. 100 മൊഹീദ്ദീൻ സാഹിബ് അടങ്ങിയാലേ ഞാനാവുള്ളൂ എന്ന് മഹാനർ പറഞ്ഞതാണ്. അപ്പം ഇൽമാണ് ഇതിൻ്റെ ഒക്കെ അടിസ്ഥാനം. ഇൽമ് വേണം, അതനുസരിച്ച് ജീവിക്കലും വേണം. അവർക്ക് പലതും നടക്കും. ഇൽമ് വേണം, ആ ഇൽമുള്ളവർക്ക് അത് നടക്കുള്ളൂ. ഏതെങ്കിലും 4 കിതാബ് എടുത്ത് വായിച്ചു നോക്കിങ്ങാണ്ട് ഇങ്ങനാണ് മറ്റേ സഹിക്കണം അങ്ങനെ കഴിവില്ല, അങ്ങനെ സഹിക്കണം കഴിവില്ല, മറ്റേ നിയന്ത്രിക്കുന്നത് വിമാനമാണ്, മറ്റേ നിയന്ത്രിക്കുന്നത് കപ്പൽ നിയന്ത്രിക്കുന്നത് കപ്പിത്താനാണെന്നൊക്കെ പറഞ്ഞാണ്ട് അതിലെങ്ങനെയാണ് നടന്നുവിട്ടാൽ, ഇവിടെ സ്റ്റേജ് നിയന്ത്രിക്കുന്നത് ഇന്നതാണെന്നൊക്കെ പറഞ്ഞുവിട്ടാൽ അത് അപകടമുള്ളതാണ്. അവർക്ക് അതിനെപ്പറ്റി അറിയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുള്ളൂ. അങ്ങനത്തെ വാർത്താനത്തിലും കുടുങ്ങണ്ട, മറ്റേ കള്ളസൈഹന്മാരെ വലയിലും കുടുങ്ങണ്ട. അത് ഇൽമ് നമ്മൾക്ക് തരുന്നത് അള്ളയാണ്. അവനത് തരിക തന്നെ ചെയ്യും. തൽക്കാലം നിർത്തുന്നു. അള്ളാഹു തആല നമ്മളെല്ലാവരെയും നേരെ ചൊവ്വേ ജീവിച്ച് മരിക്കാൻ തൗഫീഖ് തന്ന് സഹായിക്കണേ അള്ളാഹ്. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا أرحم الراحمين وصلى الله تعالى وسلم على خير خلق سيدنا محمد وعلى آله وصحبه وسلم.